അബ്സലൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്സലൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരിക്കാം ഉത്തരം? താപം. ഏതാണ്? താപം. അടുത്ത ചോദ്യം, മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന ഏതായിരിക്കാം? ഉത്തരം ഓപ്ഷൻ ബി, SPCA. അടുത്ത ചോദ്യം, ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര്. ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര്. ഉത്തരം പിസികൾച്ചർ. ഓപ്ഷൻ സി, പിസികൾച്ചർ. അടുത്ത ചോദ്യം, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ സ്വന്തം കേരളമാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. താഴെ പറയുന്നവയില് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. ഉത്തരം പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഉത്തരം 3214 കിലോമീറ്റർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്തി ഗ്രന്ഥം രചിച്ചത് ആര്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി ഏതാണ്? മാൽസ പ്രവാസ് അല്ലെ? ഉത്തരം ആരായിരിക്കാം? വിഷ്ണു ഭട്ട് ഗോഡ്സെ. ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് എന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് അല്ലെ, അഹിംസാ ദിനം എന്നാണ്? നമ്മുടെ ഗാന്ധി ജയന്തി എന്ന ഒക്ടോബർ 2. അടുത്ത ചോദ്യം, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മുഹമ്മദ് ഫിറോസ്. ഓപ്ഷൻ ഡി, മുഹമ്മദ് ഫിറോസ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്? ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. ഇതാണ് സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആര്? ആരായിരിക്കാം? ഓപ്ഷൻ ഡി, പിക്കാസോ. ആരാണ്? പിക്കാസോ. അടുത്ത ചോദ്യം, കുറുവാദ്വീപ് ഏത് നദിയിലാണ്? കുറുവാദ്വീപ് ഏത് നദിയിലാണ്? ഏത് നദിയിലായിരിക്കാം? നമുക്കറിയാലോ. ഏതാണ്? ഓപ്ഷൻ ഡി, കബനി. ഏതാണ്? കബനി. അടുത്ത ചോദ്യം, ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, സിങ്ക്. ഏതാണ്? ഓപ്ഷൻ എ, സിങ്ക്. അടുത്ത ചോദ്യം, കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? എക്കോ സൗണ്ട്. ഓപ്ഷൻ ബി, എക്കോ സൗണ്ട്. അടുത്ത ചോദ്യം, കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമേത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമേത്? ഏതായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ നോക്കി. ഉത്തരം ഓപ്ഷൻ ബി, സെറിബ്രം. ഏതാണ്? സെറിബ്രം. അടുത്ത ചോദ്യം, മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏത്? മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന അല്ലേ? അപ്പൊ ഏതായിരിക്കാം? ഉത്തരം കാൽസ്യം കാർബണേറ്റ്. ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്?
ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. ചോദ്യം മറക്കല്ലേ. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ഏതാണ്? ഉത്തരം കിട്ടിയോ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. ഏതാണ്? ചുവന്ന രക്താണുക്കൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഉത്തരം ആരാണ്? മംഗൽ പാണ്ഡെ. ആരാണ്? മംഗൽ പാണ്ഡെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? താഴെ പറയുന്നവരില് ചേരിചേരാ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തത് ആർക്ക് എന്നാണ് ചോദ്യം. നമുക്കറിയാലോ. നോക്കി ആരാണ്? ഓപ്ഷൻ ഡി ചർച്ചിലാണ് അല്ലെ. ആരാണ്? ചർച്ചിൽ. അടുത്ത ചോദ്യം, അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ അല്ലെ. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യരാണ്. ഇത് ആരുടെ വാക്കുകൾ എന്നാണ് ചോദ്യം. അപ്പൊ ആര് പറഞ്ഞാണത്? നമുക്കറിയാം. ആരായിരിക്കാം? സ്വാമി വിവേകാനന്ദൻ. ആരാണ്? ഓപ്ഷൻ സി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, മോൻബ അദ മുതലായ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം ഏത്? മോൻബ അദ മുതലായ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി? ഉത്തരം 1942 ഓഗസ്റ്റ് 8. അടുത്ത ചോദ്യം, മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് തുടർച്ചയായി 10 തവണ കരസ്ഥമാക്കിയിട്ടുള്ള ഗായിക. ചോദ്യം ശ്രദ്ധിക്കണേ. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് തുടർച്ച എത്രയാണ്? 10 തവണ. അപ്പൊ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി. ആരാ? KS ചിത്ര. അടുത്ത ചോദ്യം, സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ഗലീലിയോ. ആരാണ്? ഗലീലിയോ. അടുത്ത ചോദ്യം, കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. അടുത്ത ചോദ്യം, താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ടാഗോർ. ആരാണ്? ടാഗോർ. അടുത്ത ചോദ്യം, രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ഡി VP മേനോൻ. ആരാണ്? VP മേനോൻ. അടുത്ത ചോദ്യം, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര്? മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് പെഡോളജി. ഓപ്ഷൻ സി പെഡോളജി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി. ഓക്കെ.